ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിനെതിരെ ആഞ്ഞടിച്ച് നടി ഉർവശി. ഇഷ്ടക്കാർക്ക് വാരിക്കോരി അവാർഡുകൾ നൽകുന്ന രീതികൾ അവസാനിപ്പിക്കണമെന്നും പുരസ്കാര നിർണയത്തിനുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമാക്കണമെന്നും ഉർവശിയുടെ ആവശ്യം. ഞങ്ങൾ തോന്നിയത് കൊടുക്കും, വേണ്ടവർ വാങ്ങിപ്പൊക്കോണം എന്ന ജൂറി നിലപാടിനെതിരെ പ്രതിഷേധമുയരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി നടി ഉർവശി കൂടി രംഗത്തെത്തിയതോടെ ദേശീയ ചലച്ചിത്ര അവാർഡ് സംബന്ധിച്ച തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. അവാർഡ് പ്രഖ്യാപനത്തിൽ മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ നഗ്നമായ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് അടിമുടി നിറഞ്ഞു നിന്നിരുന്നതെന്ന വികാരമാണ് ആദ്യം മുതലേ ശക്തമായി ഉയർന്നിരുന്നത്. സംഘപരിവാർ കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ അജണ്ടകളെ ന്യായീകരിക്കുന്ന സിനിമകളെ പുരസ്കാര നിർണയ സമിതി വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. BJP കേന്ദ്രങ്ങൾ വൻതോതിൽ പുകഴ്ത്തിയ ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് വലിയ തോതിലുള്ള അംഗീകാരമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതി നൽകിയത്. മികച്ച ചലച്ചിത്രത്തിനും മികച്ച സംവിധായകനും പുറമെ ഏറ്റവും നല്ല ഛായാഗ്രാഹകനുമുള്ള അവാർഡും ലഭിച്ചിരിക്കുന്നത് കേരള സ്റ്റോറിക്ക് തന്നെയാണ്. കേരളത്തിൽ വൻതോതിൽ മതപരിവർത്തനം നടക്കുന്നുവെന്ന വിധത്തിൽ തെറ്റായ കണക്കുകളും അന്യമത വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങളുമാണ് കേരള സ്റ്റോറിയിലെ ഉള്ളടക്കങ്ങൾ എന്ന നിലയിൽ ചർച്ചകൾ സജീവമായി ഉയർന്നിരുന്നത്. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള അജണ്ടകളാണ് സിനിമയിൽ ഉടനീളമെന്ന് ചൂണ്ടിക്കാട്ടി കേരള സ്റ്റോറിക്ക് ബംഗാൾ സർക്കാർ പ്രദർശനാനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. തീക്കൊള്ളിക്ക് വിറക് നൽകുന്ന സിനിമയാണിതെന്നാണ് ബംഗാളിലെ സാംസ്കാരിക ലോകം ഈ സിനിമയെ അന്ന് വിലയിരുത്തിയത്. അത്തരമൊരു സിനിമയെയാണ് ഏറ്റവും മികച്ച കലാസൃഷ്ടിയായി ദേശീയ പുരസ്കാര നിർണയ സമിതി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേരള സ്റ്റോറി സംബന്ധിച്ച തർക്കങ്ങൾ രൂക്ഷമായി നിലനിൽക്കെയാണ് പുരസ്കാര നിർണയത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഉർവശിയും രംഗത്തെത്തിയിരിക്കുന്നത്. മികച്ച സഹനടിയായി ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതി ഇക്കുറി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉർവശിയെയാണ്. പുരസ്കാര നിർണയം ഇഷ്ടക്കാർക്ക് വീതം വെച്ചു കൊടുക്കുകയാണെന്ന ആരോപണത്തെ ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് പുരസ്കാര നിർണയത്തിന്റെ മാനദണ്ഡം വ്യക്തമാക്കണമെന്ന ആവശ്യം ഉർവശി ഉയർത്തിയത്. കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് പറയണമെന്നും ഉർവശി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുരസ്കാര നിർവഹണങ്ങളിൽ അനർഹമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഉർവശി മലയാള സിനിമയെയും അഭിനേതാക്കളെയും പുരസ്കാര നിർണയ സമിതി ബോധപൂർവം അവഗണിച്ചതായും കുറ്റപ്പെടുത്തുന്നുണ്ട്. തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയാൽ മാത്രമേ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശി സ്വീകരിക്കുകയുള്ളൂ എന്ന വിധത്തിലും ചർച്ചകൾ ഉയരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ ഒട്ടനവധി ആരോപണങ്ങളാണ് ഉർവശി ഉയർത്തിയിട്ടുള്ളത്. ചിലർ തരുന്നത് വാങ്ങിപ്പോകാൻ ഇത് പെൻഷൻ കാശൊന്നുമല്ലല്ലോ, ഞങ്ങൾ തോന്നിയ പോലെ കൊടുക്കും, നിങ്ങൾ വന്ന് വാങ്ങിച്ചു പൊക്കോണം എന്ന വിധത്തിലുള്ള ആജ്ഞകൾ അംഗീകരിക്കാനാവില്ല. മികച്ച നടനായും നടിയായും തെരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം എന്താണെന്ന് വ്യക്തമാക്കണം. സഹനടനായി തെരഞ്ഞെടുത്ത വിജയരാഘവന്റെയും മികച്ച നടനായ ഷാറുഖ് ഖാന്റെയും പെർഫോമൻസ് യഥാർത്ഥത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ടോ? മലയാളത്തിൽ നിന്നും പോയ പല സിനിമകളും ജൂറികൾ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ അവാർഡ് നിർണയം സംബന്ധിച്ച് വ്യക്തത വേണം. ഈ വിധത്തിൽ ഒട്ടേറെ ചോദ്യങ്ങളാണ് ദേശീയ പുരസ്കാര നിർണയ സമിതിക്കെതിരെ ഉർവശി ഉയർത്തിയിരിക്കുന്നത്. ഉർവശിയുടെ തുറന്നുപറച്ചിലും ദേശീയ പുരസ്കാര സമിതിയോടുള്ള ചോദ്യങ്ങളും മലയാള സിനിമാ ലോകത്തെയും ഞെട്ടിച്ചിട്ടുണ്ട്. ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഔദാര്യമായി കണ്ട് അധികാര കേന്ദ്രങ്ങളെ വാനോളം പുകഴ്ത്താൻ മത്സരിക്കുന്നവരാണ് മലയാള സിനിമാ മേഖലകളിൽ ഏറെയുമുള്ളത്. കേന്ദ്ര ഭരണാധികാരികൾക്കൊപ്പം വേദികൾ പങ്കിടാനും അവരെ സ്തുതിച്ചുകൊണ്ട് വാക്കുകൾ നിരത്താനും മടിയില്ലാത്തവരാണ് അവരിൽ പലരും. ഇരിക്കാൻ പറഞ്ഞാൽ ഇഴയുന്ന മനോഭാവം കാണിക്കുന്ന ഇവരുടെയൊക്കെ ലക്ഷ്യം പത്മശ്രീ പോലെയുള്ള ഉന്നത പുരസ്കാരങ്ങളാണെന്നതും വ്യക്തം. അതിനുള്ള എത്രയോ ഉദാഹരണങ്ങൾ മലയാള സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാനുമുണ്ട്. അവിടെയാണ് ഉർവശി വ്യത്യസ്തയാകുന്നത്. തനിക്ക് കിട്ടിയ സഹനടി സ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമായി കണ്ട് അവരെ വാഴ്ത്തിക്കൊണ്ട് ഉർവശി രംഗത്ത് വരുമെന്ന് കരുതിയവരെ നിരാശരാക്കിക്കൊണ്ടാണ് പുരസ്കാര നിർണയം സുതാര്യമാകണമെന്നും മാനദണ്ഡങ്ങൾ വ്യക്തമാക്കണമെന്നും അവർ തുറന്നടിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരം അവരുടെ ഔദാര്യമാണെന്ന വിധത്തിൽ പ്രതികരിക്കുന്ന മന്ത്രി സുരേഷ് ഗോപിയെ വിമർശിക്കാനും ഉർവശി തയ്യാറായി എന്നതിനും പ്രസക്തി ഏറെയാണ്. സർക്കാരിനെ പുകഴ്ത്തിയാൽ തനിക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കാൾ പ്രധാനം മലയാള സിനിമാ മേഖലയ്ക്ക് നീതി കിട്ടണമെന്ന വികാരമാണ് തന്റെ പ്രതികരണങ്ങളിലൂടെ ഉർവശി മുന്നോട്ട് വച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ നടിയായ ഉർവശി തന്റെ വീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നട്ടലുള്ള കലാകാരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ആസ്വാദക ലോകം നിറഞ്ഞ കയ്യടികളോടെ അവരുടെ നിലപാടുകളെ ഏറ്റുവാങ്ങുന്നതും.